കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസം കൂടി വരുവാൻ, കർത്താവിൻ്റെ വചനം ചിന്തിപ്പാനായി ദൈവമായ കർത്താവ് നൽകുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12, 13, 14, 15 വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആ വേദഭാഗം. ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരും ബൈബിൾ തുറന്ന്, കുഞ്ഞുങ്ങളും എല്ലാവരും ഈ ഭാഗം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസം സവിസ്തരമായി നമ്മൾ ഡേ ഓഫ് പെന്തക്കോസ്ത് ദിവസം എന്ന വിഷയം ചിന്തിച്ചു വരികയായിരുന്നു പത്തനംതിട്ടയിൽ. പെന്തക്കോസ്ത് ദിവസം അഥവാ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത്, പെന്തക്കോസ്തുകാരായിട്ടാണല്ലോ പൊതുവെ നമ്മളെ ലോകം, ദേശം വിളിക്കുന്നത്. അതിൻ്റെ ആ അനുഭവത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്, കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ അത് എടുത്ത് പറയാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിലും പ്രവാചകന്മാർ പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ആ അനുഭവം, ആ ജീവിതം, അതിനപ്പുറമായ ഒരു കാര്യം ഉണ്ട് എന്ന് പ്രവാചകന്മാർ പറഞ്ഞു. യെരമ്യാവ് അത് വിളിച്ചു പറഞ്ഞു, യെഹെസ്കേൽ അത് വിളിച്ചു പറഞ്ഞു. നല്ലൊരു കാലം വരുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ മോശ എന്ന നേതാവ് പറഞ്ഞു, ഈ കാലം ഒരു വല്ലാത്ത കാലമാണ്. എന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ഒരാലോചന കേൾക്കണമെങ്കിൽ, ഒരു ദൂത് കേൾക്കണമെങ്കിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആലോചന കേൾക്കാൻ ഒക്കത്തില്ല. പ്രവാചകന്റെ അടുക്ക പോകണം. കാരണം പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും രാജാക്കന്മാരുടെയും മേലും മാത്രമേ ഉള്ളൂ അനോയിന്റിങ്. സാധാരണ ആൾക്കാര് അവർ ദേവാലയത്തിൽ പോകുന്നു, അല്ലെ സമാഗമന കൂടാരത്തിൽ പോകുന്നു, അവർക്ക് അനുഭവിക്കാനൊന്നുമില്ല. അവർ ദൂരെ നിന്ന് കാണുക. പുരോഹിതന്മാര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, രാജാവുണ്ട്, പ്രവാചകൻ ദൈവശബ്ദം പറയും. സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ പരിവർത്തിക്കാനായി, സംസാരിക്കാനായി ആത്മാവിന്റെ അനുഭവങ്ങൾ ഇല്ല. മോശ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരിലും ഈ ആത്മസാന്നിധ്യം ഒന്ന് വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് ആത്മാവിന്റെ അനുഭവം ഉള്ളിൽ വരുമ്പോഴാണ്. അല്ലെങ്കിൽ സത്യം അറിയാം, കള്ളമറിയാം, പക്ഷെ ജീവിക്കാൻ ശക്തിയില്ല. ദൈവത്തിന്റെ ആലോചന അറിയാൻ സാധിക്കത്തില്ല. ചുമ്മാ ഏതെങ്കിലും ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും. ദൈവത്തിന്റെ ഹിതമാണോ ഇത് എന്നറിയാൻ സാധിക്കാത്ത അനുഭവം. അതാ വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2 പെന്തക്കോസ്ത് ദിവസം ആത്മാവ് വന്നു എന്ന് പറയുമ്പോ അതൊരു വലിയ ക്ലൈമാക്സ് ആണ്. വലിയ ഒരു സ്റ്റോറിയുടെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി നടക്കുന്ന ദിവസമാണത്. അതുകൊണ്ടാണ് പത്രോസെല്ലാം പ്രസംഗത്തിൽ യോവേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേലും, കുറച്ചു പേരുടെ മാത്രമല്ല, പുരുഷന്മാരുടെ പേര് മാത്രമല്ല, ശുശ്രൂഷകന്മാരുടെ മേൽ മാത്രമല്ല, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുന്ന ആ ദിവസം വന്നിരിക്കുന്നു എന്നാ പത്രോസ് പറഞ്ഞത്. ഇനിയും ന്യായപ്രമാണം കയ്യിലല്ല, അത് ഉള്ളിലാക്കുന്ന നീതി, പഴയ നിയമത്തിലെ നീതിയെ കവിയുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകുമെന്നാണ് അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. ആധുനിക പെന്തിക്കോസ്തായ
കഴിഞ്ഞ ഒരു 100-120 വർഷങ്ങൾ പെന്തക്കോസ്റ്റൽ ചർച്ചസ് ലോകമെമ്പാടും വളരുന്നു. എന്താ ഇതിന്റെ എംഫസിസ് എന്ന് പറയുന്നത്? ഹോളി സ്പിരിറ്റിന്റെ അനുഭവം കൂടുതലായി ആഗ്രഹിക്കുന്നവർ അനുഭവിക്കുന്നവരെന്നാണ് നമ്മൾക്കുള്ള ക്ലെയിം. മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ പറയുന്നത് അവരും ബൈബിളാ വായിക്കുന്നത്, നമ്മളും ബൈബിളാ വായിക്കുന്നത്, അവരും ഏകസത്യ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമ്മളും ഏകസത്യ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ വ്യത്യാസം ചോദിച്ചാൽ, ഹോളി സ്പിരിറ്റിന് കൂടുതൽ വിധേയപ്പെടുകയും ഹോളി സ്പിരിറ്റിന്റെ അനുഭവം പ്രത്യക്ഷ അടയാളമായ അന്യഭാഷയിൽ സംസാരിക്കുകയും ആത്മനിറവോടെ സ്തുതിക്കുകയും ദൈവസാന്നിധ്യം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പോവുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു കൂട്ടം. അങ്ങനെ ഒരു കൂട്ടമാണോ എൻ്റെ മുമ്പിൽ ഇന്നിരിക്കുന്നത്? പരിശുദ്ധാത്മ പ്രവൃത്തി ശരീരത്തിൽ അനുഭവിക്കുന്നവർ കൈകളൊന്ന് ഉയർത്താമോ? കാണാനുള്ള ആഗ്രഹത്തിനാണ്. കുറച്ചു പേരുടെ കൈ ഞാൻ കാണുന്നു. അങ്ങനെയുള്ള അനുഭവം ഇല്ലാത്തവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പെന്തക്കോസ്ത് അനുഭവം എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമായ അനുഭവമാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന അനുഭവമാണ്. പാപ സ്വഭാവങ്ങളെയും പ്രലോഭനങ്ങളെയും തോൽപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് ആത്മാവിന്റെ നിറവ് ഒരു വ്യക്തിയിൽ വന്നാൽ. നമ്മുടെ നിരാശകളും സംശയങ്ങളും എടുത്തു മാറ്റുന്നതാണ് പരിശുദ്ധാത്മ ശക്തിയുടെ നിഴൽ ഒരാളുടെ മേൽ വന്നാൽ. ആ പ്രസംഗങ്ങൾ, ആ ദൂതുകൾ, ആ പാട്ടുകളെല്ലാം രൂപാന്തരപ്പെടുത്തുന്നതാണ് പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ കാഴ്ചക്കാരായിട്ടല്ല ഇന്നിവിടെ വന്നിരിക്കുന്നത്. അനുഭവിക്കാൻ വേണ്ടി രൂപാന്തരപ്പെട്ടവർ ഒരുമിച്ച് വന്ന് ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെ പറയുമ്പോൾ അത് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ്. അല്ല നമ്മള് പറ സ്തോത്രം പറ, അങ്ങനല്ല. ആത്മസാന്നിധ്യം അനുഭവിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തിരയിളക്കമാണ് ഹല്ലേലൂയായിട്ടും സ്തോത്രമായിട്ടും ആ ആത്മാവിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും അത് പ്രാപിക്കണം, അതിൽ വളരുവാൻ ശ്രമിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വ്യത്യാസമുണ്ട്, ഇദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ ആത്മനിറവിലാണ് സംസാരിക്കുന്നതെന്ന് മനുഷ്യർക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ ആത്മാവിന്റെ സവിശേഷമായ കൃപയും നിറവും നമ്മുടെ മേൽ ഉണ്ടാകണം. അല്ലെങ്കിൽ സാധാരണ വാക്കുകളായി പോകും നമ്മുടേത്, സാധാരണ ചിന്തകളായി പോകും നമ്മളേത്. രൂപാന്തരം വരുത്തത്തക്കവണ്ണമുള്ള ആത്മസാന്നിധ്യമാണ് ഇറങ്ങി വന്നതെങ്കിൽ അത് നമ്മളിലും കുടുംബത്തിലും സഭയിലും ദേശത്തിലും നമ്മൾ നിമിത്തം ദൈവത്തിന്റെ ആ പ്രദർശനം നയിക്കണം, അത് ഉണ്ടാകണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഇതെല്ലാം മുഖവരിയായിട്ട് ഞാൻ പറഞ്ഞത് ഈ ഇന്നത്തെ ചിന്തകൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തുമില്ല. ഈ പറയുന്നത് എന്തുവാന്നുള്ളത് വായിച്ചപ്പോൾ 4:12 മുതൽ അത് അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ എത്ര പേർക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. പ്രയാസമുള്ള ഭാഗമാണ് ഈ 4:12 മുതൽ. ഇവിടെ കുറിവാക്യം വായിച്ചത് നല്ലതായി ചിന്തിച്ച് ഗഹനമായ ചിന്തകളാണ് പൗലോസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ചിന്തയ്ക്ക് ഒരു തലവാചകം കൊടുത്താൽ ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ള സഭ, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. കാരണം നമുക്കെല്ലാം നിർവചനമുണ്ട്. ഒരു സഭ ഇങ്ങനെ ആയിരിക്കണം, ഒരു സഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടിയത്. നമ്മൾ കണ്ടുപരിചയിച്ചതും നമ്മൾ കൊച്ചിലെ മുതലേ ശീലിച്ചതും മനുഷ്യരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് സഭയുടെ ചിന്തകൾ നമ്മളിൽ രൂപപ്പെടുന്നത്. ആ ചിന്ത പ്രകാരം ഒരിടത്ത് ചെല്ലുമ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഈ സഭയിൽ ഇത് ഇല്ല. കാരണം നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു സഭയിൽ വേണ്ടിയത് ഇതൊക്കെയാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം വിഭാവനം ചെയ്യുന്ന ഒരു സഭയിൽ കർത്താവിന്, തലയായ ക്രിസ്തുവിന്, മൂലക്കല്ലായ ക്രിസ്തുവിന്, മണവാളനായ ക്രിസ്തുവിന് ഏറ്റവും, സഭ എന്ന് പറയുന്നത് കർത്താവില്ലാതെ ഇല്ലല്ലോ. സഭയല്ലേ ഇതിന്റെ മൂലക്കല്ല്? സഭയുടെ തല എന്നുള്ളത് ക്രിസ്തുവല്ലേ സഭയുടെ തല? ആ തലയുടെ സ്വപ്നം എന്താണ് ഒരു സഭയെ കുറിച്ച്? ഇന്നത്തെ ദിവസം നമ്മൾ കുമ്പനാടും പത്തനംതിട്ടയിലും ഒക്കെ ഉള്ളവർ ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നു. തിരുവല്ലയിലുള്ളവർ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മളെ കൊണ്ടുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സഭയെക്കുറിച്ചുള്ള 1-2 ചിന്തകൾ ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പലരും സഭ മാറും. ഇങ്ങനെ ഒരു സഭയിൽ നിന്ന് അടുത്തടുത്തോട്ട് മാറും, അടുത്തടുത്തുനിന്ന് അടുത്തടുത്തോട്ട് മാറും. നമ്മൾ ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ പ്രധാനമായും ഞാൻ 3 കാരണങ്ങളാണ് കേട്ടിട്ടുള്ളത്. ഒന്ന്, കൂട്ടായ്മ. ഞാനുള്ളിടത്ത് കൂട്ടായ്മയില്ല, ഇവിടെ നല്ല കൂട്ടായ്മയാണ്.
ഒരു സഭയെ കുറിച്ചുള്ള സാധാരണ ഒരു വ്യക്തിയുടെ സ്വപ്നം എന്ന് പറയുന്നത് കൂട്ടായ്മ വേണം. കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച യോഗമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് നിന്ന് ഒന്ന് സംസാരിക്കണം. കോട്ടേജ് മീറ്റിങ്ങിന് ഫുഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കൂട്ടായ്മ, നല്ല കൂട്ടായ്മയാണ്. വിവാഹം, ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ തലേ ദിവസമേ വീട്ടിൽ വരുന്നു. അപ്പോൾ അയൽവക്കക്കാർ ചോദിക്കും, ഇത് ആരാ, ഇവരൊക്കെ ആരാ? ഞങ്ങളുടെ ചർച്ചിലുള്ളവരാ. നല്ല കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രം ഒരിടത്ത് നമ്മൾ ജോയിൻ ചെയ്താലുള്ള പ്രശ്നം, ഈ കൂട്ടായ്മ കാണുന്നത് സഭയിൽ മാത്രമല്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കളി നല്ല കൂട്ടായ്മ ഉണ്ടാക്കുന്ന കളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ട ഒരിടത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു കളി എന്തോ ത്യാഗമാണെന്നറിയാമോ ആൾക്കാരിൽ കൊണ്ടുവരുന്നത്. എല്ലാവരും ഒരുമിച്ചാണ്. ആ ക്രിക്കറ്റ് കളി ക്യാപ്റ്റൻ വിളിച്ചാൽ മതി, ഇവരെല്ലാവരും കൂടും. ഇതും മറന്നുകൊണ്ട് അവിടെ വന്നിരിക്കും. സഹായിക്കണോ, എന്തായാലും വീട് ഷിഫ്റ്റ് ചെയ്യണോ, ഇവരെല്ലാം ചെയ്യും. ആരാ ഇതെല്ലാം? ക്രിക്കറ്റ് ഫ്രണ്ട്സ് ആണ്. ഇതിൽ ഒരാളുടെ വൈഫ് നാട്ടിലോട്ട് വന്നു, കുക്ക് ചെയ്യാൻ ഫുഡില്ല, ക്രിക്കറ്റ് കളിക്കാൻ ചോദിക്കും, നീ എങ്ങനെയാണ് അപ്പൊ കഴിക്കുന്നത്? വൈഫ് പോയി, എടാ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ബാക്കി ഞങ്ങളൊക്കെ ഉണ്ടാക്കി തരാം. അതെന്തോ, അത് നല്ല കൂട്ടായ്മ. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ചിലരെ ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. ചിലപ്പോ ഒന്ന് ചോദിക്കുമ്പം ഫ്രിഡ്ജിലിരിക്കുന്നത് തീർന്നു പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിക്കാൻ നിൽക്കത്തില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയാസമാവും, നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, നമ്മൾ അതങ്ങ് മാറും. കൂട്ടായ്മ എന്നുള്ളത് ഈ പറയുന്ന കൂട്ടായ്മയാണെങ്കിൽ, ഫുഡ് കഴിക്കുന്ന കൂട്ടായ്മയും ട്രിപ്പിന് പോകുന്ന കൂട്ടായ്മയും എല്ലാവരോടും ഒന്ന് സന്തോഷിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ചർച്ചിനെക്കാട്ടി കൂടുതൽ അത് വെളിയിൽ കാണാം. വോളിബോൾ ഗെയിമിന് ആൾക്കാരെ ഒരുമിപ്പിക്കുക, ഒരു ഭാഷയ്ക്ക് ആൾക്കാരെ ഒരുമിപ്പിക്കുക. ഞാനിപ്പോ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അവിടെ കേരള സമാജം എന്ന് പറഞ്ഞ ഒരു നല്ല ഇതുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ കാണുന്ന സന്തോഷം, അവരൊരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, പായസം ഉണ്ടാക്കുന്നു. കേരള സമാജം എവിടെ വെച്ചാലും വെളിയിൽ വെച്ച് കണ്ടാൽ എല്ലാം കൈപൊക്കി കാണിക്കും, എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ആ ഭാഷ ഒരുമിപ്പിച്ചു. ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ കേരളക്കാർ അന്യോന്യം കാണുമ്പോൾ ഭയങ്കര കൂട്ടായ്മയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവർ വല്ല ഒരു കാര്യം വന്നാൽ തീർച്ചയായിട്ടും ഇവരായിരിക്കും ആദ്യം വരുന്നത്. എന്തായാലും ഒരു അപകടം ഉണ്ടാകട്ടെ, ആക്സിഡന്റ് ഉണ്ടാകട്ടെ, ഇവർ വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ടേൺ എടുത്ത് അവർ നിൽക്കും. ഒരു സഭയെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം ഫെലോഷിപ്പ്. ഞാൻ പറയുന്നത്, ഈ ഫെലോഷിപ്പ് ചിലപ്പോ നമ്മളെക്കാട്ടിൽ എവിടെ കാണാൻ ഒക്കും? പുറത്ത് കാണാം. ഭാഷ ഒരുമിപ്പിക്കാം, കളി ഒരുമിപ്പിക്കാം, മ്യൂസിക് ഒരുമിപ്പിക്കാം. കീബോർഡ് വായിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാൻഡ് ഒരുമിച്ച് എന്തോ ഒരു കൂട്ടായ്മയായിരിക്കും. അവരൊരുമിച്ച് സ്ഥലങ്ങളിൽ പോകുന്നു. വയനാട്ടോട്ടെന്നാ പോയേക്കാം, കുമളിക്കൊന്ന് പോയേക്കാം. നല്ല കൂട്ടായ്മയാണ്. നമ്മളെയും യോജിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. കുവൈറ്റിൽ ജീവിച്ച എല്ലാവരും കൂടെ വേണേ ഒരുമിക്കാം. എക്സ് കുവൈറ്റ് എല്ലാം കൂടെ ഒരുമിക്കുന്നു. നല്ല കൂട്ടായ്മയല്ലേ? മറ്റേ ആർക്കും ഇല്ലാത്ത പോലെ ഒരു കൂട്ടായ്മ അവർക്ക് കിട്ടും. കാരണം നമുക്കെല്ലാം കുവൈറ്റിലെ കഥകൾ പറയാറുണ്ട്. ഇതെല്ലാം കൂട്ടായ്മയാണ്. അപ്പൊ എന്താ കർത്താവിന്റെ വിഭാവനയിലുള്ള കൂട്ടായ്മ? എന്തോ വ്യത്യാസമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ ഭാഷയ്ക്കും കളിക്കും ഒരുമിപ്പിക്കുന്ന പോലാണോ യേശു നമ്മളെ ഒരുമിപ്പിച്ചിരിക്കുന്നത്? ഇത് കേവലം കഴിക്കുന്നതും കുടിക്കുന്നതും പാടുന്നതും മാത്രമുള്ള കൂട്ടായ്മയാണോ? രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കാണുന്നത്, ശ്രദ്ധിക്കുന്ന ആൾക്കാർ പറയുന്നത്, ഒന്ന് ഫെലോഷിപ്പ്. എനിക്ക് ഫെലോഷിപ്പാണ്, ചർച്ചിൽ ഈ ഫെലോഷിപ്പാണ്, ഞാൻ ഈ ചർച്ചിൽ പോകും. രണ്ടാമത് കാണുന്ന വർഷിപ്പ്. ഞാൻ ഇരിക്കുന്നിടത്ത് വർഷിപ്പില്ല. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, പാട്ട് പോരാ, അതാണ് ഉദ്ദേശിക്കുന്നത്. വർഷിപ്പ് എന്ന കാഴ്ചപ്പാട് ആ വ്യക്തിയുടെ മനസ്സിലിരിക്കുന്നത്, പാട്ടിന്റെ സമയത്ത് കൈയടിക്കുകയും നൃത്തം ചെയ്യുകയും ഒരു അനുഭൂതിയിൽ എനിക്ക് വരണം. വർഷിപ്പ് ഇന്നിടത്തെ നല്ല വർഷിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാള് താളം തെറ്റിച്ചാൽ അങ്ങനെയുള്ളവർ പറയും, ഇന്നത്തെ വർഷിപ്പ് പോരാ. കാരണം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് സന്തോഷിക്കാൻ ഒത്തില്ല. അപ്പൊ ചിലപ്പോൾ അഭിപ്രായം നിന്ന് പറയും, അവനെ കൊണ്ട് ഗിറ്റാർ വായിപ്പിക്കണോ, കാരണം പുള്ളി ആ ഫ്ലോ തടസ്സമാണ്. ഇങ്ങനെയുള്ളവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വർഷിപ്പ് ആർക്ക് വേണ്ടിയാ? ഞാൻ അവിടെ വന്നിരിക്കും, ഇവിടെ ഇന്ന് ഇങ്ങനെ വർഷിപ്പ് ആകുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ഐ ഹാവ് ടു ഫീൽ ഗുഡ്. അപ്പൊ എവിടെങ്കിലും പോകുന്ന സമയത്ത് ഐ ഫെൽറ്റ് ഗുഡ് ടുഡേ, ഐ ഫെൽറ്റ് റിയലി ഗുഡ്.
നല്ലതായിട്ട് ഞാനൊന്ന് ആരാധിച്ചു, എനിക്ക് നല്ലതായിട്ടൊന്ന് വിയർത്തു, കൈയടിച്ചു, ഐ ഫീൽ വെരി ഗുഡ്. ശരിയാ, കൈയടിക്കുന്നതിൽ ഫിസിക്കൽ റിലാക്സേഷൻ ഒക്കെ കിട്ടുമെന്നാണ് പഠനം പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കൈയൊക്കെ അടിച്ചൊന്ന് വിയർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിട്ടൊന്ന് ആരാധിച്ചു. ഇവിടെ ഈ ആരാധന ഇവിടെ ഭയങ്കരമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ, ബൈബിളിൽ നോക്കുമ്പോ, ആരാധന നല്ലതാ എന്ന് പറയേണ്ടത് നമ്മൾ ആരുമല്ല, ഇവിടെ ഇരിക്കുന്ന ആരുമല്ല പറയേണ്ടത്. ഞാൻ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇന്നത്തെ ആരാധന, നമ്മളല്ല ഇത് പറയേണ്ടത്. ആരാധനയ്ക്ക് ഒറ്റ ഓഡിയൻസേ ഉള്ളൂ ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ. അത് വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോ ആരാധന നല്ലതാ എന്ന് പറയേണ്ടത് ആരാധനയ്ക്ക് യോഗ്യനായ യേശു മാത്രമാ. അതുപോലെ ആരാധന എന്ന് പറയുന്നതും ഈ അരമണിക്കൂർ പരിപാടി അല്ല. ആരാധന എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ടവന്റെ ജീവിതമാണ് ആരാധന. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ 3 പാട്ടിന്റെ അവസാനം ഒതുങ്ങി നിൽക്കുന്ന അനുഭൂതിയല്ല ആരാധനയുടെ അളവുകോൽ. പിന്നെന്താ അളവുകോൽ? 24 മണിക്കൂർ നമ്മൾ തിങ്കളാഴ്ച മുതൽ ജോലി സ്ഥലത്തിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും യു ആർ എ വർഷിപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ പാട്ട് പാടുന്നില്ല, അവിടെ കൈപൊക്കുന്നില്ല, പക്ഷേ അവിടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച യാഗമായി നടക്കുമ്പോ അതിനെ നോക്കി സ്വർഗം പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ആരാധന. അല്ല, നമുക്കല്ല ഇത് തോന്നേണ്ടത്. അപ്പൊ അതും തെറ്റാണ്. ഫെലോഷിപ്പാണ് ഒരു ചർച്ചിലേക്ക് ആകർഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പം ഇപ്പൊ പഴയ പോലെ അല്ല, ഫെലോഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകും. വർഷിപ്പാണ് ആകർഷിക്കുന്നതെങ്കിൽ മ്യൂസിക്, ഇപ്പൊ ഇവിടെ മ്യൂസിക്കേ ഇല്ലാതൊരു ഞായറാഴ്ച. ഈ വർഷിപ്പിന്റെ ബലത്തിൽ നിൽക്കുന്നവര് മ്യൂസിക് ഇല്ലാതൊരു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനൊക്കത്തില്ല. കാരണം ഇതിലാ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഈ കീബോർഡിലും ഡ്രമ്മിലും പിടിച്ചു നിർത്തിയിരിക്കുക. ആൾക്കാരുടെ ഇമോഷൻസിനെ വെച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ദിവസം പറയാം നമുക്ക് ഇൻസ്ട്രുമെന്റ്സേ വേണ്ട, നമുക്ക് ആരാധിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇനി ആരാധിക്കുന്നത്? എന്തുവാ ഇനി എങ്ങനെ ആരാധിക്കുന്നേ? അപ്പൊ ആരാധന എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം വെളിച്ചത്തിലുള്ള ഒരു അനുഭൂതിയായി അവരതിനെ കാഴ്ചപ്പാട് ചെയ്ത് ചുരുക്കിയിരിക്കുക. മൂന്നാമത്തെ ഒരു കാരണം ഞാൻ കാണുന്നത്, ചർച്ച് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നു ഫെലോഷിപ്പ് വരുന്നുണ്ട്, വർഷിപ്പ് വരുന്നുണ്ട്. മൂന്നാമത് മിഷൻ. ഈ ചർച്ചിൽ സുവിശേഷീകരണം ഒന്നുമില്ല, പക്ഷെ ഇവിടെ നല്ല സുവിശേഷീകരണമാണ്. ഇതിനുകൊണ്ടൊരു പ്രശ്നം. സുവിശേഷീകരണം എന്ന് പറയുന്നത് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ട്രാക്ട് കൊടുക്കുന്നത് മാത്രമാണ്. ട്രാക്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നു, ട്രാക്ട് കൊടുക്കുന്നു. ഞാനും ട്രാക്ട് കൊടുക്കാൻ പോയിട്ടുള്ള ആളാണ്, ട്രാക്ട് ഇപ്പോഴും കൊടുക്കുന്നയാളാണ്, കഴിവുള്ളിടത്തോളം, സമയം കിട്ടുന്നിടത്തോളം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ചിലരെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ജോലി ചെയ്തു, 1000 ട്രാക്ട് ഈ ആഴ്ചയിൽ ഞാൻ കൊടുത്തു. ഇതാർക്കാ കൊടുത്തത്? ആരെങ്കിലും ഇത് നിമിത്തം തിരിച്ചു വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സുവിശേഷീകരണം, അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് നല്ലൊരു ആത്മാഭിമാനം കൊണ്ടുവരും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു ആത്മാഭിമാനം കൊണ്ടുവരുന്നെങ്കിലും ഒരു ഫോളോ അപ്പും അതിനെ കൊടുക്കുന്നവരിൽ വേണ്ടി ഒരു പ്രാർത്ഥനയും ഇതില്ലാതെ വരുമ്പോ അത് ചുരുങ്ങിപ്പോവുകയാണ്. ഒരു റിലീജിയസ് ഫെനറ്റിസം എന്നാണ് പറയുന്നത്. ആ ഒരു ചാവേറ് പോലെ നമ്മൾ ആകുകയാണ്. പക്ഷെ ഈ സുവിശേഷീകരണം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സംഘടനകളുണ്ട്, പാരാചർച്ച് ഓർഗനൈസേഷൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ഇവാഞ്ചലിസം. അപ്പൊ ഒരു സഭയെ നമ്മൾ നോക്കുക, സുവിശേഷീകരണമാണ് എൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണം ചെയ്യുന്ന എത്രയോ വേറെ സംഘടനകളുണ്ട്. സുവിശേഷീകരണം എന്ന് പറയുന്നത് കേവല പരസ്യയോഗവും ട്രാക്റ്റും മാത്രമല്ലല്ലോ, അത് ജീവിതം തന്നെയല്ലേ ഏറ്റവും വലിയ സുവിശേഷീകരണമായി യേശു വിഭാവനം ചെയ്തത്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറയുമ്പോൾ രൂപാന്തരപ്പെട്ട ആളുടെ ജീവിതവും സ്വഭാവവും കുടുംബ ജീവിതവുമല്ലേ ആൾക്കാരെ കർത്താവിങ്കലേക്ക് ആകർഷിക്കുന്ന ആ സൗരഭ്യ വാസന എന്ന് പറയുന്നത്. ട്രാക്ട് മാത്രമല്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ലിസ്റ്റിന് ഇങ്ങനെ കുറെ പറയാം. ഒരു സഭയെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ, കർത്താവിന്റെ പ്രതീക്ഷ എന്താണ്? ഒരു ചർച്ചിൽ അത്യാവശ്യമായി നടക്കണ്ട, ഇത് നടക്കുന്നില്ല എങ്കിൽ ബിഗ് ലോസ്. മ്യൂസിക് ഉണ്ടെങ്കിലും ബിഗ് ലോസ്, ഫെലോഷിപ്പ് ഉണ്ടെങ്കിലും ബിഗ് പ്രോബ്ലം. ബിക്കോസ് കർത്താവിന്റെ ഹിതപ്രകാരം ആയിട്ടില്ല.
ട്രാക്ട് കൊടുത്തിട്ടും 4:12 മുതലുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ there is something wrong. അപ്പൊ എന്താണ് ആ നിർണായക കാര്യം? ഒന്നുകൂടെ നോക്കിയേ, 4:12-13 വാക്യം. അത് നാം എല്ലാവരും, അത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുമ്പിലുള്ള വാക്യത്തിൽ പറയുന്നത് സഭയ്ക്ക് ദൈവം ദാനമായി ശുശ്രൂഷകരെ കൊടുത്തു. ആരെയൊക്കെയാ കൊടുത്തത്? അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇതെല്ലാം കർത്താവിന് സഭയോടുള്ള സ്നേഹനിമിത്തം ദൈവം കൊടുത്ത ദാനങ്ങളാണ്, ദൈവത്തിന്റെ ഗിഫ്റ്റ്സ് ആണ്. അപ്പോസ്തലന്മാർ എല്ലാ ലോക്കൽ ചർച്ചിലും സഭയെ സ്ഥാപിത, അതിനുവേണ്ടി താല്പര്യവും നിയോഗവുമുള്ള അപ്പോസ്റ്റൽസ്. പ്രോഫറ്റ്സ് ലോക്കൽ ചർച്ചിൽ കർത്താവിന്റെ ദൂത് മനസ്സിലാക്കി പ്രവചന ശബ്ദം പറയുന്നവർ ലോക്കൽ ചർച്ചിൽ കാണണം. ഇവാഞ്ചലിസ്റ്റുകൾ ലോക്കൽ, ഇപ്പൊ എഫെസസ് എന്ന് പറഞ്ഞ ഒരു ചർച്ചിന് എഴുതിയിരിക്കുകയാണ് ഇത്. അപ്പോസ്റ്റൽ, പ്രോഫറ്റ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ, ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചർച്ചിന് ദൈവം കൊടുത്തിരിക്കുന്നത് എന്തിനും ചോദിച്ചാൽ അതാണ് അത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അത് ഈ 5 കൂട്ടം ശുശ്രൂഷകൾ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഒരു പ്രശ്നമുള്ളത് 12ാമത്തെ വാക്യത്തിൽ ഗോൾ അങ്ങ് പറയുകയാണ്. മലയാള പരിഭാഷയിൽ ആദ്യമേ ഗോൾ പറയുകയാണ്. ഇത് കർത്താവ് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയുടെ എല്ലാം ആകത്തുക, ലക്ഷ്യം എന്നുള്ളത് ആദ്യമേ അങ്ങ് പറയുകയാണ്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളില് അത് രണ്ടാമതാ വരുന്നത്. 13ാമത്തെ വാക്യത്തിലാണ് വരുന്നത്. ടു എക്വിപ്പ് ദ സെയിൻസ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗം. ഈ 13ാമത്തെ വാക്യം മലയാളത്തിൽ നമുക്ക് ആദ്യം ചിന്തിച്ചിട്ട് 12 വരാം. കാരണം ആദ്യം വാസ്തവത്തിൽ 13 നോക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി സഹായകരം. ആ മീൻസ് ഒന്ന് നോക്കാം. 5 കൂട്ടം ശുശ്രൂഷകൾ ദൈവം കൊടുത്തിരിക്കുന്നത് സഭയിൽ ഇന്നതൊക്കെ നടക്കണം. നടന്നാൽ ഈ 12 കാണുന്ന ഗുണങ്ങൾ വരും, തികവുണ്ടാകും, യഥാസ്ഥാനപ്പെടുത്തും, ഇതെല്ലാം നടക്കും, റിസൾട്ട് വരും. അപ്പൊ എന്താ ദൈവം വെച്ചിരിക്കുന്ന വഴി? സഭയ്ക്കായി ദൈവം വെച്ചിരിക്കുന്ന വഴി 13ാമത്തെ വാക്യം. ഒന്നാമത് പറയുന്ന 3 കാര്യങ്ങളുണ്ട് ആ 13ാമത്തെ വാക്യത്തിൽ. കർത്താവിന്റെ സ്വപ്നത്തിലുള്ള ചർച്ചിൽ അത്യാവശ്യമായി വേണ്ടിയത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള, അവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം നടക്കണം ഒരു ചർച്ചിൽ. രണ്ടാമത് പറയുന്നത് ശുശ്രൂഷയുടെ, അടുത്ത വാക്കെന്താ? വേല. ശുശ്രൂഷയുടെ വേല നടക്കണം. മൂന്നാമത് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവ്. 3 കാര്യം ഒന്നുകൂടെ പറയുന്നു, എന്നിട്ട് ഓരോന്നും ശ്രദ്ധിക്കാം. ഒരു ചർച്ച് കർത്താവിന്റെ ഹിതപ്രകാരമുള്ള സഭയിൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം നടക്കണം. രണ്ടാമത് കാണുന്നത് ശുശ്രൂഷയുടെ വേല നടക്കണം. മൂന്നാമത് കാണുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവ് നടക്കണം. ഈ 3 കാര്യം നടക്കാൻ കർത്താവ് എന്ത് ദാനം കൊടുത്തു? ചിന്തിച്ചിട്ട് പറഞ്ഞേ. 5 കൂട്ടം ശുശ്രൂഷകരെ കൊടുത്തു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും എല്ലാം ചെയ്യുന്നത് മനസ്സിൽ എന്തോ വെച്ചോണ്ടാ? വിശുദ്ധന്മാരുടെ എന്ത് നടക്കണം? യഥാസ്ഥാപനം നടക്കണം. ശുശ്രൂഷയുടെ വേല നടക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവ് നടക്കണം. അതിനകത്തെ ഒന്നാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. വാസ്തവത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസം ഉണ്ടായി. കാരണം വിശുദ്ധന്മാർക്ക് യഥാസ്ഥാപനം വേണമെന്നോ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനമെന്നോ? ഞാൻ ഓർത്തു പിന്മാറ്റക്കാർക്കാണ് യഥാസ്ഥാപനം വേണ്ടിയത്. ഇംഗ്ലീഷ് പരിഭാഷ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഇംഗ്ലീഷ് പരിഭാഷയിൽ യഥാസ്ഥാപനം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
ഇംഗ്ലീഷ് ബൈബിളുള്ള കുഞ്ഞുങ്ങളോ ആരെങ്കിലും ഉണ്ടോ? 13-ാമത്തെ വാക്യത്തിലാണ് ഇംഗ്ലീഷ് ബൈബിൾ 12-ാമത്തെ വാക്യത്തിലാണ് അതുള്ളത്. 12-ാമത്തെ വാക്യത്തിലാണുള്ളത്. നിങ്ങൾ കണ്ടോ? 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആരുടെയെങ്കിലും ബൈബിൾ ഉണ്ടോ ഇംഗ്ലീഷ് പരിഭാഷയുള്ളവർ? ടു എക്യുപ്പ്. എക്യുപ്പ് എന്ന പദവും യഥാസ്ഥാപനവും തമ്മിൽ നോക്കുമ്പോ സാമ്യം കാണുന്നില്ല. എക്യുപ്പ് എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ വന്നിരിക്കുന്നു, ഞായറാഴ്ച വന്നിരിക്കുന്നു, കോട്ടേജ് മീറ്റിംഗിന് വന്നിരിക്കുന്നു. അവരെ എന്തോ ചെയ്യണം? എക്യുപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ദം, എൻകറേജ് ദം, സ്ട്രെങ്തൻ ദം. പക്ഷെ മലയാളത്തിന്റെ അർത്ഥം എന്തുവാ? വിശുദ്ധന്മാരെ ഒരുക്കുക എന്നല്ല, എന്ത് ചെയ്യണം? യഥാസ്ഥാപനം ചെയ്യണം. അതിന്റെ മൂലപദത്തിന് രണ്ടർത്ഥങ്ങളുമുണ്ട്. ഏതൊക്കെ അർത്ഥമാണെന്നറിയാം? ഒന്ന്, എക്യുപ്പ്, പ്രിപ്പയർ. രണ്ട്, ഒരുപക്ഷെ കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി ഉള്ളത് മലയാള പരിഭാഷയിൽ കാണുന്ന വാക്കാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്നുള്ള ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതേ വാക്ക് സുവിശേഷങ്ങളിൽ ഒരിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1:19 വാക്യത്തിൽ ഇവിടെ എക്യുപ്പ് എന്ന് പറഞ്ഞ, യഥാസ്ഥാപനം എന്ന് പറഞ്ഞ അതേ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയാ 1:19 വായിക്കുന്നത്. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന്, അടുത്ത വാക്കെന്താ? വല നന്നാക്കുന്നത് കണ്ടു. യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? പൊട്ടിപ്പോയ വല പിന്നെയും തുന്നുന്നു. യഥാർത്ഥ ദൈവസഭയിൽ ആത്മീക ശുശ്രൂഷകളുടെ എല്ലാം ആകത്തുക എന്താ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരാണെങ്കിലും എന്ത് പറ്റാനുള്ള സാധ്യതയുണ്ട്? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, വിളി കേട്ടവർ, വിശുദ്ധ വിളിയിലൂടെ വേർതിരിക്കപ്പെട്ടവർക്ക് കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്ത് പറ്റാൻ സാധ്യതയുണ്ട്? ദൈവം അവരെ ഉദ്ദേശിച്ച സ്ഥാനത്തിൽ നിന്നും, ദൈവം അവരെ വിളിച്ച നിയോഗങ്ങളിൽ നിന്നും അവർ മാറാനുള്ള സാധ്യത ഉണ്ട്. അത് വിശുദ്ധന്മാർക്ക് എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് മാത്രമല്ല, ഈവൻ ശുശ്രൂഷകന്മാർക്കും അത് സംഭവിക്കാം. ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ചൊരു നിയോഗമുണ്ട്. കർത്താവ് വിളിച്ചപ്പോ ഒന്നിയിൽ ദൈവത്തിന്റെ ശബ്ദമായി നീ നിൽക്കണം, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് നീ നേതൃത്വം കൊടുക്കണം, അല്ലെങ്കിൽ പ്രവചന ശബ്ദമായി ദൈവം നിന്നെ ഉപയോഗിക്കും. ഇതെല്ലാം വിളി നിൽക്കുക. പക്ഷെ 8 വർഷം കഴിഞ്ഞപ്പോ, 10 വർഷം കഴിഞ്ഞപ്പോ എന്തോ പറ്റി? ഇരിക്കേണ്ട കസാരയിൽ നിന്നും നിൽക്കേണ്ട പുൾപിറ്റിൽ നിന്നും മാറിപ്പോയി. അത് എന്തുപോലാന്നറിയാമോ? വല പൊട്ടിയതുപോലാണ്. യഥാർത്ഥമായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ അങ്ങനെ വല പൊട്ടി ഒരാള് കയറി വന്നാൽ എന്തോ സംഭവിക്കും? പ്രവചന ദൂതിലൂടെ അവന് മനസ്സിലാകും എന്റെ വല പൊട്ടിയിരിക്കുന്നു. അല്ലാതെ പ്രവചനം എന്ന് പറയുന്നത് ഇന്ന് കേൾക്കുന്ന പോലെ നമ്മൾ സാധാരണ പറയത്തില്ല. ഇതെല്ലാം ഭൗതികവൽക്കരിച്ചുകൊണ്ട് ബൈക്കിൽ വാ, കാറേപ്പാം, ഓൾട്ടോയിൽ വാ, സാൻഡ്രോയെപ്പാം, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ബൈബിളിലുള്ള പ്രവചനം. ബൈബിളിലുള്ള പ്രവചനം എന്തെന്ന് ചോദിച്ചാൽ, വല പൊട്ടിയവനെ മുഖം നോക്കാതെ പറയുകയാണ്, സഹോദര സഹോദരി, നിന്റെ വല പൊട്ടിയിരിക്കുന്നു. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്നും നീ അകലെ നടക്കുന്നു. ദുഷ്ടൻ നിന്റെ മേൽ പ്രവർത്തിച്ച് നീ ആയിരിക്കേണ്ട ഇടത്തു നിന്നും നിന്നെ മാറ്റിയിരിക്കുന്നു. സംഭവിക്കുമോ? 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ആത്മീക യുദ്ധത്തെ കുറിച്ചാണ്. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാറിന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് എൻ്റെ ജോലിക്ക് നേരെ, എൻ്റെ വീടിന് നേരെ, എൻ്റെ വണ്ടിക്ക് നേരെ, വണ്ടി ഇടിപ്പിക്കാൻ നടക്കുന്നു, ഇങ്ങനെയുള്ള തലങ്ങളിലാണ് നമ്മൾ ആത്മീയ യുദ്ധം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പിശാചിന് നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അറിയാമോ?
ആ 6:10 പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശക്തിപ്പെടണം. കാരണം എന്താ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നിങ്ങൾ ധരിക്കണം. എന്നിട്ട് പറയുക, നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, നമ്മൾ കണ്ണി കാണുന്ന അയൽവക്കക്കാരോടോ ജോലിയിലുള്ള ടീം ലീഡറിനോടോ സൂപ്പർവൈസറിനോടോ ഒന്നും അല്ല നമ്മുടെ ആത്മീക യുദ്ധം. പിന്നെ ആരോടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ ആ ദുഷ്ടാത്മസേന, ദുഷ്ടത, ദുഷ്ടൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 5-ാമത്തെ അധ്യായം 16-ലും 6:16-ലും 2 പ്രാവശ്യം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ദുഷ്ടനായവൻ ഒരു വിശ്വാസിയെ എന്ത് ചെയ്യാനാ ശ്രമിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ഉദ്ദേശിച്ച പദവിയിൽ നിന്നും ദൈവം ഉദ്ദേശിച്ച ശുശ്രൂഷയിൽ നിന്നും മാറ്റിക്കളവാൻ വേണ്ടി ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ വന്ന് ഓഫറുകൾ നിരത്തി വെക്കും. ഇതെടുത്തോ, ഇത് നല്ലതാ. ദുഷ്ടൻ നമ്മളെ ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മളെ ബിസിയാക്കി കളയും. 5:16 വാക്യത്തിൽ ഇങ്ങനെയാ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, ദുഷ്ടനായവൻ ചെയ്യുന്നത് 6:16 ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും തടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച. എന്താ ദുഷ്ടനായവൻ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ച് എന്നെ നോക്കി ദുഷ്ടനായവൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ജോയെ, ദൈവം നിന്നെ ഉദ്ദേശിച്ചത് നിറവേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ കുറിച്ചെല്ലാം പിശാചിന് പറയാനുള്ളത് ഇത് മാത്രമാ, വന്നിരുന്നോ, കൈയടിച്ചോ, പൊക്കോ, പക്ഷെ കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടാൻ ഒക്കത്തില്ല. നിന്റെ അധരങ്ങളിലൂടെ സുവിശേഷം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി ദുഷ്ടൻ ചിലപ്പോ അപകടത്തിൽ പെടുത്തുവാൻ ശ്രമിക്കും. ചിലപ്പോ രോഗത്തിന്റെ അനുഭവങ്ങളിലേക്ക് ദൈവം അനുവദിച്ച് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വരാം. ഞാൻ എപ്പോഴും തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ ഓർക്കും, അവിടെ പൗലോസ് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ട് പറയുകയാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ദുഷ്ടൻ എന്റെ വഴി തടഞ്ഞു. ദുഷ്ടന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമ്മളെ നിരുത്സാഹപ്പെടുത്താം, നമ്മളെ തിരക്കുണ്ടാക്കാം, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാം, നമ്മുടെ വഴികളെ തടയാം. പക്ഷെ ഒരു കാര്യം ഇന്നത്തെ ദിവസം പകലിൽ മനസ്സിലാക്കണം, നമ്മൾ ശക്തിപ്പെടേണ്ടത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നെങ്കിൽ ദുഷ്ടന്റെ തീയമ്പുകളെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ ഒരു ആത്മബലം ഇന്ന് പകൽ വ്യാപരിച്ചാൽ നമ്മുടെ മേൽ ആ അഭിഷേകവും നിയോഗവും മടക്കി വരുത്തുന്ന പകലായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണമേ, നിങ്ങൾ ചിലരോടുള്ള ആത്മീയ ദൂതുകളാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും എന്നറിയാമോ? രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ കിങ്ഡത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനം വരാൻ ഒക്കാതെ വണ്ണം നമ്മളെ ക്രിപ്പിള് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ദൈവമല്ല, ദുഷ്ടനായവനാണ്. അതുകൊണ്ടാ പറയുന്നത്, ആത്മീക യുദ്ധം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ നിഷ്ക്രിയരാക്കുവാൻ വേണ്ടി, നിഷ്ഫലമുള്ളവരാക്കി തീർക്കാൻ വേണ്ടി നമ്മളെ ഒരു കോണിക്ക് നിന്ന് ഒതുക്കി പറയും, നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും, ഇങ്ങനൊക്കെ നിന്റെ ജീവിതം പോകത്തുള്ളൂ, ഇങ്ങനൊക്കെ നീ തീരത്തുള്ളൂ, നീ ചെയ്തല്ലോ, നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരും ചെയ്യേണ്ടതെല്ലാം പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരു വലിയ യാത്രയുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു വലിയ നിയോഗമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഈ ദേശങ്ങളിൽ ഒരു വലിയ പ്രവൃത്തി ഉണ്ട് എന്ന ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നമ്മൾ എല്ലാവരും കൂടെ പോയി. ഞാൻ മനസ്സിലാക്കുന്നത്, വലിയൊരു കാഹളമൂത്തൽ ശബ്ദം ഞാൻ എൻ്റെ ചെവികളിൽ കേൾക്കുന്നു. ഒരു വലിയ മഴയുടെ മേഘം ഞാൻ കാണുന്നു. നമ്മൾ എല്ലാവരും ആത്മാവിൽ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ആ ദേശത്തെ കർത്താവേ, അവിടെ ആത്മാക്കളെ ഞങ്ങൾക്ക് തരണം. വിശുദ്ധിയുടെ വിളിക്കായി ഒരു കൂട്ടത്തെ ഒരുക്കണമേ. ദൈവത്തിന്റെ സഭ ആ ദേശത്തിൽ പണിയുവാൻ വേണ്ടി ദൈവം ആൾക്കാരെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞാൽ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്ന് പറയുന്നത് നിന്റെ പൊട്ടിപ്പോയ വലയെ ദൈവം നന്നാക്കി അതിനകത്ത് മീനുകൾ കയറും. മീനുകൾ അല്ലെങ്കിൽ പോയി 1000 പേരോട് സുവിശേഷം പറഞ്ഞു, ഒറ്റ മീൻ ഇതിനകത്ത് കയറത്തില്ല.
വല നന്നാക്കപ്പെട്ടവൻ വലയുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ നമ്മൾ കൂടുതലൊന്നും ചിലപ്പോൾ പറഞ്ഞില്ലായിരിക്കാം, വലിയ കൺവെൻഷനിൽ നിന്ന് പറഞ്ഞില്ലായിരിക്കാം. എന്നാൽ ചുമ്മാതെ അങ്ങോട്ട് പോയപ്പോൾ വിളിച്ച സഹോദര, ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിനുണ്ട്, താങ്കൾ വരുന്നുണ്ടോ? ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പറഞ്ഞ വാക്കുകൾ ശക്തിയോടെ പരിവർത്തിച്ച് നമ്മുടെ സാക്ഷ്യം അവൻ കേൾക്കുന്ന കഥ പോലല്ല കേൾക്കാൻ പോകുന്നത്. നമ്മുടെ സാക്ഷ്യം കേൾക്കും. അവൻ പറയും, ഈ കർത്താവിനെ എനിക്ക് വേണം, നിങ്ങളുടെ ചർച്ചിലോട്ട് ഞാൻ വരുന്നു, എനിക്ക് ബൈബിൾ പഠിക്കണം, നിന്റെ രൂപാന്തരം ഞാൻ കണ്ടിരിക്കുന്നു. ഇങ്ങനൊരു പ്രവൃത്തി ദൈവത്തിന് നമ്മളോട് ചെയ്യാറുണ്ട്. അത് നടക്കാത്തിടത്തോളം കാലം നമ്മളിപ്പം ബൈബിളും പിടിച്ചോണ്ട് വന്ന് നല്ല ഫെലോഷിപ്പാണ്, നല്ല വർഷിപ്പാണെന്ന് പറഞ്ഞാൽ there is something which is missing. Missing എന്താണെന്ന് ചോദിച്ചാൽ, we are not equipped, we are not prepared, we are not knit together. ആ വല പൊട്ടിപ്പോയ പോലുള്ള അനുഭവം. രണ്ടാമത് പറയുന്നത് ശ്രദ്ധിക്കണം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിളി കേട്ടവർ, ഒരിക്കൽ ശുശ്രൂഷ ചെയ്തവർ, അവർ വല പൊട്ടിയ അവസ്ഥയിൽ സഭയിൽ അവർ പണിയപ്പെടണം. അതിനുവേണ്ടി ആ പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ എല്ലാം നൽകിയിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ശുശ്രൂഷയുടെ വേലയ്ക്കും. അതും മനസ്സിലാക്കേണ്ട പദമാണ്, ശുശ്രൂഷയുടെ വേല. ഞാനിപ്പോ ഇവിടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മുടെ ഇടയിലെ ശുശ്രൂഷകന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 10-12 പേര് ഇവിടെ കൈവക്കും. പക്ഷേ കർത്താവിന്റെ വിഭാവനയിലുള്ള ദൗത്യത്തിന് വേണ്ടി 10-12 പേര് പ്രത്യേക ദൗത്യത്തിന് വേണ്ടി കാണും. പക്ഷേ ഈ ശുശ്രൂഷയുടെ വേല എന്ന് പറഞ്ഞാൽ എത്ര പേർക്കുള്ളതാണ്? 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നോക്കിക്കേ. എന്നാൽ നമ്മിൽ എല്ലാവരും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നോക്കണമേ, ഈവൻ യു ഹാവ് എ റോൾ. നോക്കണം 4-ന്റെ 7-ാമത്തെ വാക്യം. എന്നാൽ നമ്മിൽ, അടുത്ത വാക്യം ഏതാ? ഓരോരുത്തര് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുകുട്ടി, ആബാലവൃത്തം എല്ലാവർക്കും എന്തുകൊണ്ട്? നമ്മിൽ ഓരോരുത്തര് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപ ലഭിച്ചത് ഹല്ലേലൂയ പറയാൻ മാത്രമല്ല, ഈ കൃപ ലഭിച്ചത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ മാത്രമല്ല, ഈ കൃപ ലഭിച്ചത് നമ്മളിലൂടെ ഒരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ട്, അതിനുള്ള കൃപ. പക്ഷെ മനസ്സിലാക്കണം, ഈ കൃപ എല്ലാവർക്കും ഒരുപോലെ അല്ല. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുക, ദാനത്തിന്റെ അളവിനൊത്തവണ്ണം. അതുകൊണ്ടാ ചിലർ ചെയ്യുന്ന കാര്യം നമ്മൾ കാണുമ്പോൾ എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്, എനിക്കതുപോലെ ഒരിക്കലും ചെയ്യാനൊക്കത്തില്ല. ദൈവം നമ്മളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നുമില്ല. ഏൽപ്പിക്കാത്തത് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും, പ്രശ്നമാണ്. കാരണം അതിനുള്ള കൃപ കിട്ടിയിട്ടില്ല. പക്ഷെ കൃപ ലഭിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന കൃപ രക്ഷിക്കുന്ന കൃപയുടെ കാര്യമല്ല പറയുന്നത്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കൃപ, രക്ഷയിലേക്ക് നയിച്ച കൃപ നമുക്ക് എല്ലാവർക്കും ലഭിച്ചു. കൃപയാൽ അത്ര വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷയുടെ കൃപയുടെ കാര്യമല്ല ഈ പറയുന്നത്. ഇവിടെ പറയുന്ന കൃപ നിങ്ങളിൽ ഓരോരുത്തർക്ക് ദൈവം കൃപ അളവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചോദ്യം, ഇന്നത്തെ ദിവസം ചോദ്യം, നമ്മളൊരു പക്ഷെങ്കിൽ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് ഈ സഭയിൽ വരുന്നതായിരിക്കും. ഹാവ് യു റിയലൈസ്ഡ്, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തിനു വേണ്ടിയുള്ള കൃപയാണ് ലഭിച്ചതെന്ന്? ചിലപ്പോൾ നമ്മൾ ചിലർക്ക് ഈ സൺഡേ 2 hours പരിപാടിയായിരിക്കും ചർച്ച്. ചിലര് കോവിഡ് ടൈമിൽ പറഞ്ഞതാണ്, എന്തിനാ ചർച്ച്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പൊക്കോളാം, ഒരു ഞായറാഴ്ച ഇവിടെ പോവും, ഒരു ഞായറാഴ്ച ഇവിടെ പോവും, ഒരു ഞായറാഴ്ച എറണാകുളത്ത് പോവും, ഞാൻ ഇങ്ങനെ എല്ലായിടവും പോവാണ്. ചർച്ച എന്തിനാ, കോവിഡ് സമയത്ത് ആരും ഒരുമിച്ചിരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഈ വേദപുസ്തകത്തിലെ എഫേസ്യ ലേഖനം 4 പറയുന്നത് ഒരു കൂട്ടായ്മ ഒരുമിച്ച് ശരീരമായി ചേർന്ന് വരുന്നത് അത്യാവശ്യമാണ്, ഓപ്ഷൻ അല്ല. ഓരോ സൺഡേ ഓരോരുത്തടുത്ത് പോകുന്നവർക്ക് ഒരിക്കലും ഈ കാഴ്ചപ്പാട് മനസ്സിലാകത്തില്ല. അവർ ശുശ്രൂഷയുടെ വേല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരിടത്ത് ചെല്ലുകയാണെങ്കിൽ ആരും എന്നെ ശുശ്രൂഷയുടെ വേല അവിടെ ഏൽപ്പിക്കത്തില്ല, ഞാൻ അവിടെ ഗസ്റ്റാ. അടുത്ത ആഴ്ച ഞാൻ വേറൊരിടത്ത് പോവുക, എന്താ താങ്കളുടെ ശുശ്രൂഷയുടെ വേല അറിയത്തില്ല. എല്ലായിടവും പോയി നല്ല മെസ്സേജ് ആയിരുന്നു, കേട്ടിട്ട് പോകുന്നു. അതല്ല ദൈവത്തിന് സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം. നമ്മൾ ഒരു സഭയിൽ ഒരു കൂടിവരവിൽ
ചേർന്ന് കഴിഞ്ഞാൽ, സൈനപ്പ് ചെയ്താൽ, അടുത്തതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗം എന്നെ ആക്കി. അവിടെ ദൈവം എന്നെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അത് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി വാസ്തവത്തിൽ ഉപവസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും, ദൈവത്തോട് കരഞ്ഞു വീണ്, കർത്താവേ, ഉപയോഗശൂന്യമായി ഞാൻ പോകരുതേ, എനിക്ക് ലഭിച്ച കൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കണമേ. പാട്ടുപാടാനെങ്കിൽ പാട്ടുപാടാൻ, കസാര ഇടാനെങ്കിൽ കസാര ഇടാൻ, വിളമ്പിക്കൊടുക്കാനെങ്കിൽ വിളമ്പിക്കൊടുക്കാൻ, എന്തെങ്കിലും ഒരു കൃപ ഏൽപ്പിക്കാത്തവരായി ഇവിടെ ആരും ഇരിപ്പില്ല. നോബഡി. അങ്ങനെയാണെങ്കിൽ 4:7 തെറ്റിപ്പോമല്ലോ. ദൈവം പറയുകയല്ലേ, എല്ലാവർക്കും ഓരോരുത്തനും കൊടുത്തിട്ടുണ്ട് അളവിനൊത്തവണ്ണം കൃപ. ഒരു പ്രാവശ്യം മാത്രമല്ല, 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അവിടെയും പറയുന്നത് ഇങ്ങനെയാ, ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും. അടുത്ത വാക്യം എന്താ? ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം. അതേ ഭാഷയാണ്, 4:7 അതേ ഭാഷയാണ്. ഓരോ അംഗങ്ങൾക്കും, ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനം എന്ന് പറഞ്ഞതുപോലെ പറയുകയാണ്, ഓരോരുത്തരും ഒത്തവണ്ണം ഉദവി ലഭിപ്പാനും ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയുടെ വേല എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന 2-ാമത്തെ ഭാഗമാ. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും എല്ലാം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് ശുശ്രൂഷയുടെ വേല നടക്കണം. ശുശ്രൂഷയുടെ വേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? പ്രസംഗം ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രസംഗം യേശു കർത്താവ് പ്രസംഗിച്ചു, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു. പ്രസംഗം എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് ആൾക്കാരെ ഒരുക്കാൻ. പാട്ട് എന്നുള്ളത്, ആത്മാവിലുള്ള ഗാനങ്ങൾ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേജിലുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഒരു പ്രധാന ശുശ്രൂഷയുടെ വേലയുണ്ട്. എന്താണെന്നറിയാമോ? സ്നേഹം, ലവ്. അതിനുള്ള സ്നേഹം യഥാർത്ഥമായി വരണമെങ്കിൽ എന്തോ ലഭിക്കണം? കൃപ. കൃപയില്ലാതെ ഒരാളെ വണ്ടിയെ പോലും കയറ്റാൻ നമുക്കൊക്കത്തില്ല. നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന വണ്ടി ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ എനിക്ക് ഞാൻ ആ വഴിക്കോട്ട് വരാനാ, പക്ഷെ ഇന്ന് എനിക്ക് തിരുവല്ല ഭാഗത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തൊന്ന് എസ്കേപ്പ് ആവും. കാരണം എന്തോ കിട്ടിയിട്ടില്ല? കൃപ കിട്ടിയിട്ടില്ല. എന്താ കൃപയെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സ്നേഹമെന്ന് പറയുന്ന ഒരു കാര്യം ആ 3-ാമത്തെ അധ്യായം എഫെസ്യ ലേഖനം 3:17 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥനയിലെ ഒരു വരി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇങ്ങനെയാ താൻ പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും. എന്തിന്റെ വീതി, നീളം, ഉയരം, ആഴം? എന്തിന്റെ? ദൈവസ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം എന്ത് എന്ന് അടുത്ത വാക്ക് തന്നെ ഇരുന്ന് അനുഭവിക്കുന്നതല്ലാതെ. അതുകൊണ്ട് ആ കൂട്ടായ്മ വേണമെന്ന് പറയുന്നത്. ഞാൻ മുറിക്കകത്തോട്ട് കയറി, എനിക്ക് ആരുമായും സഹകരണമില്ല, ഞാൻ കർത്താവിനോട് അടുത്തിരിക്കുക, എന്നെ ശല്യപ്പെടുത്തല്ലേ, അതല്ല ആത്മീകത. എന്താ ആത്മീകത? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉയരം, ആഴം, നീളം, വീതി ഞാൻ എങ്ങനെ അറിയുന്നത്? എവിടെ അറിയുന്നത്? തന്നെ ഇരുന്നാൽ അറിയോ? അവിടെ പറയുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. എന്താ പദത്തിന്റെ അർത്ഥം? പദത്തിന്റെ അർത്ഥം, ഒരു ഞായറാഴ്ച ഇവിടെ ക്ഷീണത്തോടെ വന്നാൽ, അല്ല ഞായറാഴ്ച അല്ലായിരിക്കാം, ചൊവ്വാഴ്ച ആയിരിക്കാം, എരവേരി മുഖം വാടി നിൽക്കുകയാണ് ആള്. നമ്മുടെ ഒരു സഹോദരൻ ആ വഴി നടന്നു ചെല്ലുക. ആ മുഖം വാടിയ വ്യക്തിക്ക് എന്ത് സംഭവിക്കണം അടുത്ത 3 മിനിറ്റിൽ? ദൈവസ്നേഹം ഈ വ്യക്തിയിലൂടെ അകത്തോട്ട് വരണമെന്ന്. കാരണം ആളിന് ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാതിരിക്കുക ദൈവസ്നേഹത്തെ കുറിച്ച്. അദ്ദേഹം ബസ് ഇറങ്ങി നിൽക്കുകയാണ്, എന്തുവാ കർത്താവ്, ഇതെന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായെന്ന്. ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഓർക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ ഈ ആരാധനാലയത്തിൽ, പിന്നീട് അവർ പറഞ്ഞ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അവർ ആ ഞായറാഴ്ച ഇവിടെ വന്നത് ദിസ് ഇസ് മൈ ലാസ്റ്റ് സൺഡേ എന്നുള്ളിൽ വീട്ടിൽ വെച്ച് തീരുമാനിച്ച്
ബൈബിൾ എടുത്ത് ഒരുങ്ങി വരിക. ഇത് ഈ സഭയിൽ പോകുന്ന അവസാന സൺഡേ ആയിരിക്കും അത്. കാരണം അങ്ങനെയുള്ള ജീവിത പ്രതിസന്ധിയാ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്നറിയാം? ഇവിടെ പാടിയ ഒരു പാട്ടാണ്. പാട്ടിന്റെ വരി ഞാൻ ഓർക്കുന്നു. പിന്മാറില്ല, ഞാൻ പിന്മാറില്ല, എൻ്റെ യേശുവെ വിട്ട് ഞാൻ മാറുകയില്ല എന്നൊരു വരി ഇവിടെ ഇന്ന് പാടി. ആ ഒരു വരി ആ സഹോദരിയുടെ ഹൃദയം പണിത് ഇന്നും എൻ്റെ മുമ്പിൽ ആ സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അതെന്താ സംഭവിച്ചതെന്നറിയാം? ദൈവത്തിന്റെ സ്നേഹം വിശുദ്ധന്മാരോട് കൂടെ അന്ന് രുചിച്ചറിയാൻ ഇടയായി. ചിലപ്പം ആ കൂരിരുൾ കൂടുന്ന സമയത്ത്, മൊത്തം അന്ധകാരം പിടിക്കുന്ന സമയത്ത് നമ്മളെ ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്നത് ആ സ്നേഹത്തിന്റെ സ്പർശനം നമ്മളിലൂടെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റാ വരുന്നതെങ്കിൽ, നമ്മളോട് ഒരാൾ സംസാരിച്ചു, പക്ഷേ ദൈവസ്നേഹത്തിന് പകരം നമുക്ക് കൂടുതൽ സംശയം ഉണ്ടായി. അദ്ദേഹം കൂടുതൽ വിത്ത് പറഞ്ഞു തന്നിങ്ങോട്ട്, സംശയത്തിന്റെ വിത്തുകൾ. അല്ലെങ്കിൽ പറയുക, എന്തെങ്കിലും ഒരു അപകടം ഇപ്പോൾ ഉണ്ടായി, സഹോദര പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒരു കുത്തൂടെ കൊടുത്തു. വാസ്തവത്തിൽ ചെയ്യേണ്ടത്, സഹോദര എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ശക്തിയോടെ പൊക്കോ എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്തോ ചെയ്തു? കുറച്ചുകൂടെ പേടി കൂട്ടി. ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ശരിക്ക് ഞങ്ങൾ ഈ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്, അതാ ഞാൻ ഈ മാറി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനപ്പെടേണ്ടവരെ എന്തോ ചെയ്യും? കൈ കെട്ടി അവിടെ ഇരുത്തും നമ്മുടെ സംസാര നിമിത്തം. അവിടെ പറയുന്നത് വേലയെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ലഭിച്ച കൃപ. എന്ത് കൃപയാണത്? പണിയാനുള്ള കൃപ, ഒരാളെ ബിൽഡ് ചെയ്യാനുള്ള കൃപ, സ്നേഹത്തിൽ മറ്റൊരാളെ പണിഞ്ഞെടുക്കാനുള്ള കൃപ, നിരാശപ്പെട്ടവരെ ആത്മാവിൽ ധൈര്യപ്പെടുത്താനുള്ള കൃപ. ഒരാളുടെ കുഞ്ഞിനൊരു പരാജയം വന്നാൽ ആ ഭവനത്തിൽ ചെന്ന്, ട്യൂഷന് വിടാൻ ഞാൻ എന്ന് പറഞ്ഞതല്ലേ സഹോദരി എന്ന് പറയാതെ, ഇതൊന്നും അല്ല പരാജയം, ദൈവത്തിന് ഇവനെ ഇനി ഉപയോഗിക്കാൻ ഒക്കും. ആ സ്നേഹം, ആ കരുതൽ, ആ എൻകറേജ്മെന്റ്, അത് ആവശ്യമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ആരും അങ്ങനെ ഇല്ല, ചിന്തിക്കരുത്. ഇവിടെ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ടെന്ന്. ഇത് കഴിഞ്ഞ് നിങ്ങൾ അവരുടെ കയ്യെ പിടിച്ച് കണ്ണിൽ നോക്കി പറയുക, സഹോദര കർത്താവ് നിങ്ങളെ വരുന്ന ദിവസങ്ങൾ ഉപയോഗിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അവർ ആൾ മാറിയവരായി ഈ ക്യാമ്പസിൽ നിന്ന് പോകും. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം സർവീസ് എന്ന് പറയുന്നത് എന്തുവാ? വർഷിപ്പ്. ഞാൻ ആരാധിച്ചു, ഐ ഫെൽറ്റ് ഗുഡ്, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം അപ്പവും കറിയും, ഇറ്റ് വാസ് വെരി ഗുഡ്. ഇതെല്ലാം ഉള്ളപ്പോ തന്നെ ഇതിനും മീതെയാണ് വേല. വേല എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം നടക്കണം. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ശുശ്രൂഷയുടെ വേലയുണ്ട്. സർവീസ് ഓഫ് മിനിസ്ട്രി. എവ്രിബഡി, എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ ആത്മനിറവിലായിരിക്കണം. അല്ലെങ്കിൽ സ്നേഹത്തിന് പകരം ആള് വേറെ രീതിയിലായി പോകും നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട്. ഞാൻ കൂടുതൽ ആ വശത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, പക്ഷെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, എൻ്റെ സംസാരം കൊണ്ട് ദൈവസഭയിൽ ആൾക്കാർ പണിയപ്പെട്ടോ നശിക്കപ്പെട്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. ഞാൻ നിമിത്തമാണോ ആ ആൾ ഇവിടെ വരാതായി പോയത്? എൻ്റെ സംസാരമാണോ ആ വ്യക്തിയെ കർത്താവിൽ നിന്നും പിന്മാറ്റിയത്? അതോ പിന്മാറാൻ നിന്ന ആളെ എൻ്റെ സംസാരം കൊണ്ട് ഇപ്പോഴും വന്നിരിപ്പുണ്ട്? എന്താ നമ്മുടെ സാക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ പറയുന്നത്, ഒന്ന് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം, രണ്ട് ശുശ്രൂഷയുടെ വേല, മൂന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവ്. ഏറ്റവും പ്രധാനമായി കർത്താവിന്റെ ഇഷ്ടം എന്താ? ഒരു ചർച്ചിനെ കുറിച്ച് ആളുകൾ എന്തിൽ വളരണം? സാമ്പത്തികമായോ സാമൂഹികമായോ ഉള്ള നന്മകൾ, വളർച്ചകൾ അനിവാര്യമാണ്, നല്ലതുമാണ്. അല്ലാതെ കർത്താവ് ഒരിക്കലും സന്തോഷിക്കുന്നില്ല. മേൽക്കൂര ചോരുന്ന വീട്ടിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ എന്റെ വിഭാവനയിലുള്ള കർത്താവ് സന്തോഷിക്കുകയല്ല. സഹിക്കടാ അങ്ങനെ ഒരു കർത്താവിനെ അല്ല നമ്മള്
സേവിക്കുന്നത്. സാഡിസ്റ്റ് അല്ല ദൈവം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സഫറിങ്ങിലൂടെ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ കൊണ്ടായിരിക്കാം, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലെടുത്ത തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ കൊള്ളലാഭം വേണ്ട എന്നെടുത്ത തീരുമാനമായിരിക്കാം. ഇതിലൂടെയൊക്കെ സഫറിങ് ഉണ്ടാകാം. എന്നാൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം, വീടിന്റെ ഭംഗിയെക്കാട്ടിൽ, വാഹനത്തിന്റെ സൗകര്യത്തെക്കാട്ടിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാ. കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ പ്രയോജനപ്പെടാം, കുറച്ചുകൂടെ വേഗത്തിൽ പോകാം, സുരക്ഷിതരായി പോകാം, നല്ലതായി കംഫർട്ടബിൾ ആയി പോകാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ എന്തോ വലിയ വണ്ടി വാങ്ങിച്ചാലും കർത്താവ് സൂക്ഷിച്ചില്ലെങ്കിൽ സുരക്ഷിതമായി ഇരിക്കത്തുമില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യത്തില്ല, അപ്പോൾ ഒന്നും അറിയത്തില്ല, എന്തോ കണ്ണി ഇരുട്ട് പോലെ. ഇതെല്ലാം സംഭവിക്കാം. വണ്ടിയുടെ ബലത്തിലല്ല നമ്മൾ സുരക്ഷിതരായി ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ഇതിനെക്കാട്ടിലെല്ലാം വലിയ ഒരു സ്വപ്നമുണ്ട് ദൈവത്തിന്. എന്താണെന്നറിയാം? സഭയിൽ വന്നു കഴിഞ്ഞ് വണ്ടി വിൽക്കേണ്ട വന്നാലും സാരമില്ല, ആത്മീക വർധനവ് വന്നില്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം ദൈവം സഭയെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആത്മീക വർധനവിന് വേണ്ടിയാ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ ആൾക്കാരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോഴും പറഞ്ഞു, ആന്ധ്രയിലായിരുന്നു ഞാൻ. അപ്പൊ അവരോട് ചോദിച്ചു, എനിക്കറിയത്തില്ല നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണെന്ന്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാന്ന് പറഞ്ഞു. എന്തുവാന്നറിയാമോ? അയൽവക്കക്കാരൻ പെയിന്റ് അടി തുടങ്ങിയാൽ നമ്മളും തുടങ്ങും. അവനൊരു വണ്ടി രണ്ടാമത്തെ വാങ്ങിക്കട്ടെ, ഉടൻ ആ ദിവസം മുതൽ പ്രാർത്ഥനാ വിഷയമാണ്, കർത്താവേ ഞങ്ങൾ ലജ്ജിക്കല്ലേ. എന്തുവാ ലജ്ജിക്കല്ലേ എന്ന് പറഞ്ഞാൽ, ആകെ 2 പേരാ വീട്ടിലുള്ളത്. 2 പേരിൽ ഒരാൾക്കേ ഡ്രൈവിംഗ് അറിയത്തുള്ളൂ. ഒരു വണ്ടി അവിടെ ഉണ്ട്. പക്ഷെ അയൽവക്കക്കാരൻ ഒരു വണ്ടിയുടെ വാങ്ങിച്ചപ്പോൾ മുതൽ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ മുഖം നോക്കി ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ലജ്ജിച്ചു പോകല്ലേ, അടുത്ത വണ്ടിയുടെ വരുമ്പം കർത്താവ് എന്നെ മാനിച്ചു. ഇങ്ങനെ ഒരു ചിന്തയാ. അപ്പൊ ആന്ധ്രക്കാരെല്ലാം കൂടെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെയാണെന്നു. അപ്പൊ ആ ഉറക്കെ പറഞ്ഞു, ഇതിന്റെ അപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പൊ പലരും ചിന്തിക്കുന്നത് എന്തുവാ? സഭയിൽ പോയി കഴിഞ്ഞ്, സഭയിൽ വന്നു കഴിഞ്ഞ് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. എന്തോ നല്ലതാ? വണ്ടി വന്നു, വീട് വന്നു, നല്ല അനുഭവങ്ങൾ വന്നു, നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ കർത്താവിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താ? ആത്മീക വർധനവ് വരണം. ഭൗതിക വർധനവിനെക്കാട്ടിൽ സ്പിരിച്വൽ മാൻ ഷുഡ് ഗ്രോ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു സഭയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരേണ്ടത് എന്താ? ആത്മീക വർധനവിന് വേണ്ടിയാണ് ഈ ചർച്ചിൽ ഞാൻ വരുന്നത്. ഫീൽ ഗുഡിന് വേണ്ടിയല്ല, ഫെലോഷിപ്പിന് വേണ്ടി മാത്രമല്ല. ഐ ആം കമ്മിങ് ടു ദ ചർച്ച് സോ ദാറ്റ് ഐ വിൽ ഡിസ്കവർ മൈ ഗിഫ്റ്റ്. എന്തിനു വേണ്ടി ദൈവം എന്നെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒക്കും. എനിക്ക് ആത്മീക വർധനവുണ്ടാകും. അതിനാ ഞാൻ വന്നിരിക്കുന്നത്. ബൈബിൾ പഠിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഉൾ മനുഷ്യന്റെ ബലത്തിന് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. ആത്മീക വർധനവ് സംഭവിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്നറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഈ വണ്ടികൾ ഓടിക്കാൻ വയ്യാത്ത പോലത്തെ ആരോഗ്യസ്ഥിതി ഉണ്ടാകും. നമുക്ക് യോഗത്തിന് പോലും വരാൻ വയ്യാത്ത പോലുള്ള ശാരീരിക സ്ഥിതികൾ ഉണ്ടായേക്കാം. ആ സമയം നമ്മൾ പരാതിയും അയ്യോ എന്നാലും എന്ന് പറയാതെ, ആ സമയത്തും കൈപൊക്കി ഇരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഉൾ മനുഷ്യനിൽ ബലം ഉണ്ടാകണം. ആത്മീക വർധനവ് പ്രാപിക്കാത്ത ഒരാളിന്റെ സ്പിരിച്വാലിറ്റി ഹൈപ്പിലുള്ളതായിരിക്കും. ഹൈപ്പ് ഒരു ബലൂൺ പോലെ ആള് വീർത്ത് വരിക. ഉള്ളതിന്റെ വെളിച്ചത്തിൽ, കണ്ണിൽ കാണുന്നതിന്റെ വെളിച്ചത്തിൽ സ്തോത്രം ഹല്ലേലൂയയും കൂടുകയാണ്. അപ്പോഴാണ് സൂചി വെച്ചൊന്ന് കൊത്തുന്ന പോലെ ഒറ്റ ഇത് എല്ലാം പൊട്ടിച്ചിതറും. എന്നാൽ ആത്മീക വർധനവുള്ള ഒരാള് സാഹചര്യത്തിന്റെ എന്ത് കുത്തൊഴുക്ക് വന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധം മാറുന്നില്ല. ജോലി പോകുന്ന അവസ്ഥയിലും സ്റ്റിൽ ദ സെയിം. ശരീരത്തിൽ രോഗം വെളിപ്പെടുമ്പോഴും സെയിം. വിവാഹം താമസിക്കുമ്പോഴും സെയിം. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ താമസിക്കുമ്പോഴും സെയിം. ഒന്നും അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റിയെ ബാധിക്കുന്നില്ല. ചർച്ചിൽ നടക്കേണ്ടത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്, നറിഷ്മെന്റ് ആണ്. അല്ലാതെ ലോക മനുഷ്യർ പറയുന്ന പോലെ ഉള്ളതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ആഴ്ച എന്തോ നടന്നു വന്നു സ്തുതിച്ചേ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തോർത്ത എങ്ങനെ മിണ്ടാതിരിക്കും? ഇതൊക്കെ മാറും പെട്ടെന്ന്. എന്തായാലും ഒരു തിന്മ ഭവിക്കാൻ നേരം തിരിച്ച് നമ്മൾ എന്തിനാ സ്തോത്രം പിന്നെ പറയുന്നത്? ആത്മീയ വർധനമുള്ളവൻ ഏത് അവസ്ഥയിലും സ്തോത്രം പറയും.
ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കും. ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ സ്തുതിക്കാൻ സാഹചര്യങ്ങൾ കാണത്തില്ലായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ ഓർക്കണം, മനുഷ്യനിൽ ശക്തി ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മളെ രക്ഷിച്ച അനുഭവം ഓർത്താൽ, നമ്മളെ വീണ്ടെടുത്ത വില ഓർത്തു കഴിഞ്ഞാൽ, നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട നമ്മളെ ദൈവം രക്ഷിച്ച സ്നേഹം ഓർത്താൽ, അതോർത്തല്ലേ നമ്മൾ സ്തുതിക്കണ്ടേ? അത് ഓർക്കുമ്പോഴല്ലേ മൗനമായി ഇരിപ്പാൻ എനിക്ക് കഴിയത്തില്ല എന്ന ചിന്ത വരുന്നേ. ദൈവത്തിന്റെ കോപം ഉണ്ടായിരുന്ന ഞാനിപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധനായി മാറ്റപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപയാൽ പൊതിയപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ ശക്തിയാൽ വിടുവിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് നിരപ്പ് പ്രാപിച്ചവനായി ഞാൻ മാറിയെങ്കിൽ, അത് ഓർക്കുമ്പോ അതെന്റെ ആത്മീക വർധനവ് ഉതകി. അത് ഓർത്തുമ്പോൾ എനിക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ ആരാധന എന്ന് പറയുന്നത് കേവല വാക്കുകളുമല്ല, ദൈവസന്നിധിയിൽ സമർപ്പിച്ചൊരു ജീവിതമാണ്. ഇനി നോക്കണം, ആ ഒരു വാക്യം കൂടെ ഉണ്ട്, അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ആ 13-ാമത്തെ വാക്യത്തിൽ കണ്ടത് റിസൾട്ടുകൾ മീൻസ് ആദ്യമേ നോക്കൂ. ഇതൊക്കെയാ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യഥാസ്ഥാനപ്പെടുത്തണം, വേലയ്ക്ക് വേണ്ടി ഒരുക്കണം, ആത്മീക വർധന ഉണ്ടാകണം. ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ 12-ാമത്തെ വാക്യം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 13-ാമത്തെ വാക്യം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്? ഒരു സഭയിൽ വന്ന് യഥാസ്ഥാനപ്പെട്ട് വേലയ്ക്ക് വേണ്ടി നിയോഗം പ്രാപിച്ച് ആത്മീക വർധനവ് പ്രാപിക്കുന്ന ഒരു വ്യക്തി അവസാനം വാട്ട് ഇസ് ദ ഗോൾ? ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിലും, ഉറക്കെ വായിക്കാമോ, ഒരുമിച്ച് വായിക്കാമോ? വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത. അതുകൊണ്ട് അവിടെ നിർത്തിക്കേ. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ ഒരു കാര്യം, ചർച്ചിലെ യൂണിറ്റി എന്തിന്റെ ബേസിസിലായിരിക്കണം? ഒരു ഭാഷയുടെ ബേസിസിലാണോ? ദേശത്തിന്റെ ബേസിസിലാണോ? ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവരോടും ഒരുമിച്ചുള്ള ഫെലോഷിപ്പാണോ? ഒരു ചർച്ചിന്റെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തിന്റെയാ? ഈ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറെ അധികം ആൾക്കാര് കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് ഈ യോഗത്തിന് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പൊ വേറൊരാൾ ചിന്തിക്കുമ്പോ, വേറൊരാൾ നോക്കുമ്പോ, ഇത്രയും പെട്രോൾ മുടക്കി എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ഒരു കാരണമേ കാണാവൂ, പ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഫെലോഷിപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം ബോണസായിട്ട് കൂട്ടിയാൽ മതി. ഏറ്റവും പ്രധാന കാര്യം വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പറയുന്ന വിശ്വാസത്തിന്റെ ഐക്യത എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിന്റെ ഐക്യത അല്ല. ഒത്തിരി സഭയുടെ മുമ്പിൽ കൂടെ അല്ലേ, അതെ, ആത്മീകമായി കർത്താവിന്റെ ഹൃദയം തുറന്നപ്പോ എനിക്ക് യോജിക്കാൻ ഒക്കത്തില്ല ആ വിശ്വാസ പ്രമാണവുമായിട്ട്, അതിനാ ഞാനത് വിട്ടത്. നമ്മൾ തീർച്ചയായിട്ടും വിവേചനത്തോടെ മനസ്സിലാക്കിയിരിക്കണം, ഒരു സഭയിൽ നമ്മൾ വരുന്നത് വിശ്വാസ പ്രമാണവും, ഏതാ വിശ്വാസ പ്രമാണം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 6-ാമത്തെ വാക്യവും ഒക്കെ നോക്കിയാൽ മനസ്സിലാകും. 4-ാമത്തെ വാക്യം മുതൽ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശ, നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ. അർത്ഥം എന്താ? വിശ്വാസം ഒന്ന്. വിശ്വാസം എന്ന് പറയുന്ന, എനിക്ക് ഈ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എ സെറ്റ് ഓഫ് ഡോക്ട്രിൻസ്, ഉപദേശത്തിന്റെ ഐക്യത. ഇതാ പൗലോസ് പറയുന്നത്, ജീവിതത്തിന്റെ അവസാനം ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം എന്തോ കാത്തു, ആ നിധി പോലെ കയ്യിൽ കിട്ടിയ ഉപദേശം ഞാൻ കാത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ വൈകല്യമായ വ്യാഖ്യാനങ്ങൾ കൂടുന്ന കാലയളവിൽ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു സഭയിൽ വേണം നിങ്ങൾ പോയി അംഗത്വം എടുക്കാൻ. സഭ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഐക്യത അവിടെ ഉണ്ടാകേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
നമ്മൾ ഒരുമിച്ച് ഇപ്പൊ ഒരു റിട്രീറ്റ് ഫാമിലി കോൺഫറൻസിന് ഇരിക്കുമ്പോ അവർ പറയുന്ന മീൻകറി ഇഷ്ടം അല്ലേ, എനിക്കും മീൻകറി ഇഷ്ടം, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഈ ഐക്യത അവിടെയും കാണും, വെളിയിലും കാണും. നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് എന്തിന്റെ വെളിച്ചത്തിലാ സഹോദര? ഉപദേശത്തിൽ വിശ്വസിക്കുന്നു അല്ലേ? ഞാനും ഉപദേശത്തിൽ വിശ്വസിക്കുന്നു. ഇതാ നമ്മളെ ഒന്നാക്കേണ്ടത്. വിശ്വാസത്തിലും അടുത്ത വാക്കെന്താ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത. ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഐകമത്യപ്പെടുത്തേണ്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ ഒരു കാര്യവുമല്ല, യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വെളിപ്പെടുത്തുന്ന വചന ശുശ്രൂഷയിൽ നമ്മൾ ഒന്നാണ്. യേശു കർത്താവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നമ്മൾ ഒന്നാണ്. ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്നത് നിത്യജീവന്റെ ദൂത് കേൾക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വരുന്നത്. അതാ നമ്മളെ ഒന്നാക്കുന്നത്. മറ്റുള്ള ഐക്യത എല്ലാം ഇളകുവേ. ടൈം വിൽ പ്രൂവ്. സമയം അത് സാധിപ്പിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. മറ്റുള്ള ഐക്യത എല്ലാം മാറും, പ്രിഫറൻസസ് മാറും, കൺവീനിയൻസുകൾ മാറും. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഇപ്പൊ എവിടാന്നേലും എങ്ങും പെർഫെക്റ്റ്, ഇതൊക്കെ ചിന്തിക്കും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ ഈ ഐക്യത വേറെ ഒരിടത്ത് പോയി ഇരിക്കാൻ, കർത്താവിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരിടത്ത് പോയി ഇരിക്കാനൊക്കത്തില്ല പിന്നെ. കാരണം ഉള്ളിൽ തിളയ്ക്കുന്ന എന്താ? വേറെ ഒന്നുമല്ല, എനിക്ക് വിശ്വാസം കാക്കണം, എനിക്ക് നിത്യതയിൽ ചെല്ലണം. ഒരസഹിഷ്ണുത ഉണ്ടാകും മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇപ്പൊ ചിലരെ സംബന്ധിച്ച് എന്തോ പറ്റി, ഇതും വേണം അതും വേണം. യൂട്യൂബ് ഓൺ ചെയ്യുമ്പം ഇത് കേൾക്കാം, വിശുദ്ധി വളരാൻ, ഇത് കേൾക്കുമ്പം ഭൗതികമായി വളരാം. എല്ലാം വേണ്ടേ ബ്രദറെ? നമ്മൾ പറയുന്ന ഈ ബൈബിളിൽ കാണുന്നത്, മുൻപേ അവന്റെ രാജ്യം അന്വേഷിക്ക്, നീതി അന്വേഷിക്ക്, ഫോക്കസ് മാറണ്ട, അതോടുകൂടെ ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടിനാൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയട്ടെ, ഈ ആഴ്ചയിൽ തന്നെ ദൈവത്തിന്റെ ഒരു പുതുവഴി നിങ്ങളെ തേടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്ട്രഗിളിംഗ് ആണെന്ന് വെക്ക്, ജോലി ഇല്ലാതിരിക്കുക, ദൈവത്തിന്റെ വഴി തുറക്കട്ടെ, അത് തന്നെയാ പ്രാർത്ഥന. സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാതെ സാമ്പത്തികമായിട്ട് ഒരു വഴി ദൈവം തുറക്കട്ടെ. ഭവനത്തിന്റെ പണിക്കായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഭവനം ആവശ്യമാണ്. എവിടെയെങ്കിലും ഒരു താമസിക്കണ്ടേ? ഇപ്പൊ സ്വന്തമായി ഭവനമില്ലേ, റെന്റ് വീട്ടിൽ താമസിക്കണ്ടേ? അപ്പൊ ആരും ചിന്തിക്കരുത്, തെറ്റിദ്ധരിക്കരുത്, എന്തോ ഈ പറയുന്ന ഭവനമൊന്നും വേണ്ടെന്നാന്നോ? അല്ലല്ലോ, ഞാനും ഇപ്പൊ ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഭവനങ്ങൾ വേണ്ടേ? സ്വന്തമായി ഭവനമില്ലെങ്കിൽ വാടക വീട്ടിൽ താമസിക്കണം, അവിടെ വാടക കൊടുക്കണം. പിന്നെ അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, വാടക കൊടുക്കാനുള്ള പൈസ തരണേ. എന്നാ ദൈവസന്നിധി പ്രാർത്ഥിച്ചോ, കർത്താവേ എനിക്കൊരു ഭവനം തരണേ. വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത സ്ഥിതിയിൽ ആണെങ്കിൽ സ്വന്തമായി എനിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ ഒരു ഭവനം. നിങ്ങൾ എന്തോ വിചാരിക്കുന്നു? അത് കേൾക്കുമ്പം ഞാനിതൊന്നും കേൾക്കുന്ന ആള്, അങ്ങനത്തെ ഒരു യേശുവിനെ അല്ല എനിക്ക് പരിചയം. എനിക്ക് പരിചയം എൻ്റെ പിതാവിനോടാണ് ഞാനത് പ്രാർത്ഥിക്കുന്നതെന്നാണ്. എൻ്റെ അത്യാഗ്രഹമല്ല, എൻ്റെ ആവശ്യം സ്തോത്രത്തോടെ അർപ്പിച്ചാൽ ഒരു ഭവനത്തിന്റെ കാര്യമാണെങ്കിലും കർത്താവ് അത് ചെയ്തു തരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാ എന്നാ ഞാൻ രുചിച്ചറിഞ്ഞത്. ഓരോ കാര്യത്തിലും. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം, 3 കുഞ്ഞുങ്ങൾ, അവർ പല കാര്യങ്ങൾ ഇപ്പൊ സേറ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾക്ക് മാത്രമേ പലപ്പോഴും ഓരോ മാസം കഴിയുമ്പോൾ പുറമോട്ട് നോക്കി ഓരോ കാര്യങ്ങളും എക്സ്പെൻസും നോക്കുമ്പോ ഇതെങ്ങനെ ഇത് നടന്നത്? പാൽപ്പൊടി വാങ്ങിക്കാൻ പൈസ വേണ്ടേ? വേണം. ഇത് സമയത്ത് പാൽപ്പൊടി അല്ല, വെള്ളം കൊടുത്തോ? വെള്ളം കൊടുക്കാം. പാൽപ്പൊടി ഇല്ലാത്ത സമയത്താണെങ്കിൽ വെള്ളം കൊടുത്തവരുണ്ട്. അത് നിമിത്തം യാതൊരു ദോഷവും കുഞ്ഞിന് പറ്റിയിട്ടുമില്ല. അങ്ങനെയുള്ള സാക്ഷ്യവും നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ പാൽപ്പൊടി വാങ്ങിക്കേണ്ട സമയത്ത് കാശില്ലാത്തൊരവസ്ഥയിൽ കർത്താവേ കുഞ്ഞിന് പാല് വാങ്ങിക്കണം, ദൈവം കരുതുന്നവനാ എന്ന് ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ കരുതി വെക്കുന്നതിനേക്കാൾ അപ്പുറമായി കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ബേസിക് നീഡിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അർപ്പിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന്റെ സമാധാനവും വരും, ദൈവത്തിന്റെ പ്രൊവിഷനും വരും. അത് പൗലോസ് അനുഭവിച്ചതാണ് ആ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട്.
ഫിലിപ്പി ആൾക്കാര് ഗിഫ്റ്റ് സംഭരിച്ചു കൊടുത്തപ്പോ ഇതൊന്നും വേണ്ട, ഞാൻ ഇവിടെ തീർന്നോളാം എന്നല്ല പറഞ്ഞത്. പൗലോസ് പറഞ്ഞത് താങ്ക് യു ഫോർ റിമെമ്പറിങ് മീ. നിങ്ങളുടെ എല്ലാ പ്രാവശ്യത്തെയും കോൺട്രിബ്യൂഷൻ ഐ ആം ഹാപ്പി എന്നാ പറഞ്ഞത്. അപ്പൊ അസറ്റിസം അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ. വേറെ ഏതെങ്കിലും ഒരു സന്യാസ വേഷം ധരിച്ചുകൊണ്ട് എനിക്ക് വീട് വേണ്ട, എനിക്ക് കൂട് വേണ്ട, അങ്ങനെ പോകുന്ന, അതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. നമ്മൾ അങ്ങനെ ഒരാളുടെ മുമ്പിലല്ല വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന ആളിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പരമപ്രധാനമായി ആത്മീകമായി നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുൻപേ അവന്റെ രാജ്യം അന്വേഷിക്കാനുള്ള വിളിയാണ് കർത്താവ് നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. അങ്ങനെ യഥാസ്ഥാനപ്പെട്ട് ശുശ്രൂഷയുടെ വേലയ്ക്കായി ഒരുക്കപ്പെട്ട് ആത്മീക വർധനവ് പ്രാപിക്കുമ്പോ ഒരു ഐക്യത നമ്മളിൽ തമ്മിലുണ്ടാകും. എന്തൈക്യതയാ? വിശ്വാസത്തിന്റെയും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെയും ഐക്യത. ഞാൻ ആഗ്രഹിച്ചു പോവുക, നമ്മളെല്ലാം തമ്മിലുള്ള സംസാരങ്ങൾ കൂടുതലായി അങ്ങനെയുള്ളതായി മാറിയിരുന്നെങ്കിൽ. വിശ്വാസത്തിന്റെ സംസാരം, യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ സംസാരം. അപ്പോഴേ പല സാഹചര്യം നോക്കി നമുക്ക് പറയാനൊക്കത്തുള്ളൂ. എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ച് നമ്മളോട് പറയും. ഇപ്പൊ ഒരു തിന്മയായത് ഭവിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ചുമ്മാതെ നിന്നോണ്ട് എൻകറേജ് ചെയ്യാം. ബ്രദറെ സാരമില്ല ബ്രദറെ, സാരമില്ല ബ്രദറെ, സാരമില്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഈ ബ്രദർ തിരിച്ചു ചോദിക്കും, ബ്രദറെ ഇങ്ങനെയുള്ള അനുഭവം ജീവിതത്തിൽ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അതിന്റെ പ്രശ്നം എന്ന് തിരിച്ചു പറയും. പക്ഷെ നമ്മുടെ ആശ്വാസം എവിടെ ഇരിക്കുന്നേ? യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയാണ്. എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോ പറയുന്നത് കർത്താവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ പോലെ ആകുവാൻ കർത്താവ് താങ്കളെ ഈ വഴിയിലൂടെ വിടുന്നു, അങ്ങനെ ചിന്തിച്ചു കൂടെ എന്ന് പറയുമ്പോൾ അതിനെ സംശയിക്കാൻ കഴിയത്തില്ലല്ലോ. വിശ്വാസത്തിൽ നിങ്ങൾ ഒന്നുകൂടെ ഉറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇത്. ധൈര്യപ്പെട്ടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, വിശ്വാസം കൈവിടരുത്, വിശ്വാസ പ്രമാണം ഉപേക്ഷിക്കരുത്, യേശു കർത്താവിനെ വിടരുത്. ഇങ്ങനെ എൻകറേജ് ചെയ്താൽ ദാറ്റ്സ് ദ റൈറ്റ് എൻകറേജ്മെന്റ്. അല്ലാതെ ചുമ്മാതെ പറയല്ല ഇതൊക്കെ മറക്ക്. എന്നാൽ ആരോ പറഞ്ഞ പോലെ ടെൻഷൻ കേറുന്ന സമയത്ത് ഇറങ്ങി അങ്ങ് നടന്നു കഴിയുമ്പോ കുറച്ചുകൂടെ വിയർക്കും, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ കാലിന്റെ പ്രയാസം കൂടെ ഉണ്ടാവും. നടന്നുകൊണ്ടല്ല ടെൻഷൻ മാറ്റുന്നത്, മ്യൂസിക് കേട്ടോണ്ടല്ല സ്ട്രെസ് മാറ്റുന്നത്. നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം മാറാൻ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. എന്റെ യേശു അനുഭവിക്കാത്ത ഒരു ലോൺലിനെസ്സിലൂടെയും ഞാൻ പോകുന്നില്ല എന്നുള്ള പരിജ്ഞാനമാണ്. സ്നേഹിതരേവരും വെടിയുമ്പോ എന്താ പാട്ടുകാരൻ പറയുന്നത്? അത് യേശുവിനോട് നീ ചെന്ന് പറ. കാരണം എന്താ? അറിയാത്ത ഒരാളല്ല അത്. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകൾ 7 തൻ കരത്താൻ. സ്നേഹിതനില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് താങ്കളുടെ ലോൺലിനെസ് മനസ്സിലാകും. രോഗം ശരീരത്തിൽ വെളിപ്പെടുമ്പോ വേദന എന്താ എന്നറിയാത്തൊരാളുടെ മുമ്പിലല്ല, വേദന അറിയാവുന്നയാളിന്റെ മുമ്പിലാ താങ്കൾ ചെല്ലുന്നത്. സ്വന്തമായി ഭവനം ഇല്ലാത്തൊരാള് തല ചായ്പാൻ ഇടമില്ലാതെ ജീവിച്ച മനുഷ്യപുത്രന്റെ മുമ്പിലാ നിൽക്കുന്നത്. ഇതറിയാത്ത ഒരാളിന്റെ മുമ്പിലല്ല. അതിലാണ് ഐക്യത വരേണ്ടത്. വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത, അതാ നമ്മളെ ഒന്നിപ്പിക്കേണ്ടത്. രണ്ടാമതെന്താ? തികഞ്ഞ പുരുഷത്വം. അവസാനിപ്പിക്കാൻ പോവുകയാണ്. തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ നമ്മൾ വരുമ്പോ അവിടെ സംഭവിക്കേണ്ടത് യൂണിറ്റി ബേസ്ഡ് ഓൺ ഫെയ്ത്ത് ആൻഡ് നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. രണ്ടാമത് മെച്യൂരിറ്റി വരണം. ചർച്ചിന്റെ ഉദ്ദേശം ടു പ്രൊഡ്യൂസ് മെച്യൂർ ക്രിസ്ത്യൻസ്. 14-ാം വാക്യത്തിൽ നമ്മൾ കുറിവാക്യം വായിച്ചപ്പോ എന്തുവാ 14-ാം വാക്യത്തിൽ വായിച്ചത്? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകത്തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ. ഇപ്പൊ നമ്മൾ വായിച്ചത് എന്താ? തികഞ്ഞ പുരുഷത്വം. നേരെ ഓപ്പോസിറ്റ് ആണ്. തികഞ്ഞ പുരുഷത്വത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ശിശുവായിരിക്കുന്ന അവസ്ഥ. നമ്മളൊരു കോൺഗ്രിഗേഷനിൽ പോകുമ്പോ, ഞാൻ ഈ കൂട്ടായ്മയിലാണ് ഇപ്പൊ പോകുന്നത്, എന്തിനു വേണ്ടിയാ? ഞാൻ ശിശുവായി ഏത് ഉപദേശത്തിലും അലഞ്ഞുഴലുന്ന ശിശുവാകാനല്ല ഒരിടത്ത് പോകുന്നത്.
ഐ വാണ്ട് ടു ഗ്രോ. ഗ്രോയിങ്ങിന് എന്തോ വേണം? നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടത് എന്തിനാലാണ്? മായമില്ലാത്ത ദൈവത്തിന്റെ വചനത്താൽ. ശിഷ്യത്വത്തിന് ദൈവം വെച്ചിരിക്കുന്ന വഴി എന്താണ്? ദൈവവചനം. ദൈവവചനമല്ലാതെ വേറൊരു വഴിയില്ല. ദൈവവചനത്താലേ ഈ തികഞ്ഞ പുരുഷത്വം, മെച്യൂരിറ്റി ഒരാൾക്കുണ്ടാകത്തുള്ളൂ. മൂന്നാമതും അവസാനത്തേതുമായ കാര്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. മൂന്നാമത് പറയുന്നത് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ, നിങ്ങൾ വായിക്കുന്നുണ്ടോ? എന്നോട് ചേർന്ന് വായിക്കാമോ? ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അത് പിന്നെയും എന്തിനെ കുറിച്ചാ പറയുന്നത്? ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ ടു അറ്റൈൻ ദ മെഷർ ഓഫ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ആ മെച്യൂരിറ്റിയുടെ അളവുകോൽ ആരാ? ക്രിസ്തു എന്ന തലയോളം വളരാൻ വേണ്ടി 5 കൂട്ടം ശുശ്രൂഷകരെ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. എന്തോ ആ ലക്ഷ്യം? വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തണം. ശുശ്രൂഷയുടെ വേല, തികവ് ഉണ്ടാകണം. ഈ 3 കാര്യങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരും. ഏത് ലക്ഷ്യമാ? നല്ല ഐക്യത. എന്തിന്റെ ഐക്യത? വിശ്വാസത്തിന്റെയും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത. തികഞ്ഞ പുരുഷത്വം, മെച്യൂരിറ്റി ഉണ്ടാകും. ആ പുരുഷത്വം എതിലേക്കാന്ന് ചോദിച്ചാൽ പരിപൂർണത പ്രാപിക്കുന്ന യേശു കർത്താവിന്റെ പരിപൂർണത നിറഞ്ഞു വരുന്ന ഒരനുഭവം. അപ്പോൾ നമ്മൾ ശിശുക്കളെ പോലെ പിന്നെ ആകത്തില്ല. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവെന്ന തലയോളം വളരും. പ്രിയ ദൈവമക്കളെ, ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. അങ്ങനെ ഒരു കൂടിവരവിലാണ് നമ്മളെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ, സംശയം കൂടാതെ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വന്നാലും ഓർക്കേണ്ടത് ഐ ആം ബിക്കമിങ് മോർ മെച്യൂർഡ്. അതുണ്ടായില്ലെങ്കിൽ പെട്രോൾ ഈസ് വേസ്റ്റ്. പക്വത വരുന്നില്ല എങ്കിൽ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വരുന്നില്ല എങ്കിൽ ദിസ് ഇസ് ഓൾ വേസ്റ്റ്. എന്നാൽ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വരുന്നുവെങ്കിൽ, വിശ്വാസത്തിൽ വളരുന്നുവെങ്കിൽ, യേശു കർത്താവിനെ പോലെ ഭാവത്തിൽ രൂപപ്പെടുന്നെങ്കിൽ ഇതെല്ലാം ജസ്റ്റിഫൈ ചെയ്യാം. ഇതെല്ലാം നിത്യതയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥലിൽ അടയ്ക്കാം. നമ്മുടെ തലകളെ നമുക്ക് ദൈവസ്ഥലിൽ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? കർത്താവേ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ വളരുവാൻ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വന്ന് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടി കർത്താവിനെ ഒരു കോൺഗ്രിഗേഷനിൽ കൊണ്ടുവന്നു. അതിൽ വിശ്വസ്തനായി ഞാൻ കാണപ്പെടുവാൻ, സ്നേഹത്തിൽ പണിയുന്നവനായി കാണപ്പെടുവാൻ കർത്താവിനെ സഹായിക്കണമേ.